പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 മെയ് മാസം 2-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ സ്വർഗീയ പിതാവിന് സ്തോത്രം കരയേറ്റുവാൻ സർവശക്തനായ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കർത്താവെ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം, രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും വിടുവിച്ചതിന് സ്തോത്രം, ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം, കൈപിടിച്ച് നടത്തിയതിന് സ്തോത്രം, തന്ന സകല നന്മകൾക്കും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് അപ്പോൾ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രയാഗം അർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കൃപകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള സ്നേഹത്തിനായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള വാത്സല്യത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ മഹാദയക്കായിട്ട് സ്തോത്രം. അതേ കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. 103-ാം സങ്കീർത്തനം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, കർത്താവിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. 8-ാമത്തെ വാക്യം പറയുക, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയമുള്ളവൻ തന്നെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. ഈ 2-ാം തീയതി പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് നന്ദി. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പകൽക്കാലത്തെ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ പകൽക്കാലമായി തീരട്ടെ, ദൈവപ്രവൃത്തിയുടെ പകൽക്കാലമായി തീരട്ടെ, ദൈവിക സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ പകൽക്കാലമായി തീരട്ടെ. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ, എല്ലാ രോഗാവസ്ഥകളും മാറട്ടെ, രോഗക്കിടക്കകൾ മാറ്റി വിരിക്കുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. നാളുകളായി ആമേൻ രോഗത്താൽ ഭാരപ്പെട്ട് ആമേൻ ബെഡ് റൈഡൻ ഹോസ്പിറ്റലൈസ്ഡും ഒക്കെ ആയിരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ കർത്താവെ അവയുടെ ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. ആമേൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ, ആമേൻ ഡോക്ടർമാർ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ അവർ റിക്കവേർഡ് ആകട്ടെ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽക്കട്ടെ. യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും ആമേൻ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ സ്റ്റോണുകളും, വയറിനകത്തുള്ള സ്റ്റോണുകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമായി പോകട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു അപ്പാ. നന്ദി അപ്പാ, നന്ദി അപ്പാ, അപ്പാ നന്ദി അപ്പാ, നന്ദി നന്ദി അപ്പാ, നന്ദി കർത്താവേ, നന്ദി. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നടക്കണമേ. ഈ പ്രഭാതം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് നിറഞ്ഞ് കവിയുന്നതിന് സ്തോത്രം. അതുപോലെ ആമേൻ ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വഴി തുറക്കുന്ന ദൈവത്തിന് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. കർത്താവ് അവിടെ വലിയ പ്രവൃത്തികളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് നന്ദി, കർത്താവിന് നന്ദി, കർത്താവിന് നന്ദി. കർത്താവ് ഇന്ന് എക്സാംസുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, കർത്താവായിട്ട് നിൻ്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് വേണ്ടുന്ന ജ്ഞാനവും പരിജ്ഞാനവും കൊടുത്ത് വഴി തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് നാളത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പൽക്കാലം നാളത്തെ സഭായോഗത്തിന് വേണ്ടി എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് കൈ ഉയർത്തി പ്രാർത്ഥിച്ചാലോ? പിതാവേ, ഞങ്ങൾ നാളത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു. ലോകവ്യാപകമായൊരു റിവൈവൽ നാളത്തെ സഭായോഗം മുഖാന്തരമാകും. അങ്ങയുടെ ജനത്തെ അങ്ങ് കൂട്ടി വരുത്തണം. അങ്ങയുടെ വചനം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. അങ്ങയുടെ കൃപ, അങ്ങയുടെ സാന്നിധ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കാനുള്ളത്, നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:30 നമ്മുടെ 8:15 ആകുമ്പോഴത്തേന് സഭായോഗം തുടങ്ങും. എല്ലാവരും അതിൽ സന്തോഷത്തോടെ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കണം. ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഭായോഗമായി നാളത്തെ സഭായോഗം മാറും. ഇന്ന് പ്രഭാതത്തിൽ
കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ആലോചന, ലേൺ ടു സേ താങ്ക് യു. നന്ദി പറയാൻ പഠിക്കുന്നവരായിരിക്കണം. നമ്മൾ മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കണം, ദൈവത്തോടും നന്ദിയുള്ളവരായിരിക്കണം. പലപ്പോഴും നമുക്കൊരു താങ്ക് യു എന്ന് പറയുന്നത് വലിയൊരു മടിയായിട്ട് തോന്നുന്നൊരു കാര്യം. നമ്മൾ വിചാരിക്കും താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഇത് തോന്നുമോ? അങ്ങനല്ല. നമ്മൾ മനുഷ്യരോടാണെങ്കിലും ദൈവത്തോടാണെങ്കിലും ഏത് ചെറിയ കാര്യത്തിനും നന്ദി പറയാൻ പഠിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കും. ഈ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ എല്ലാത്തിനും സ്തോത്രം ചെയ്യുക. എല്ലാത്തിനും കർത്താവ് ചെയ്യുന്ന ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാ നന്മകൾക്കും നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് സ്തോത്രം പറയും. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത്, നമ്മൾ പല കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, പല കാര്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കരയാറുണ്ട്. അതൊക്കെ നല്ല കാര്യം. പക്ഷേ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ചെയ്തതോർത്ത് നമ്മൾ നന്ദി പറയാറുണ്ടോ? അത് വളരെ പ്രധാനമാണ്. സ്തോത്രം പറയുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യമാണ്. അപ്പോൾ കർത്താവ് നമുക്ക് തന്ന രക്ഷയ്ക്കായിട്ട് നമ്മൾ എപ്പോഴും സ്തോത്രം പറയണം. കർത്താവ് നമുക്ക് തന്ന ആമേൻ ആ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തത്തിനായിട്ട് നമുക്ക് നന്ദി പറയണം. കർത്താവ് ക്രിസ്തുവിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഓരോ പദവികളെ ഓർത്ത്, ഉദാഹരണം പറഞ്ഞാൽ, എന്നെ അങ്ങയുടെ മന്ദിരമാക്കിയതിന് സ്തോത്രം, എനിക്ക് നിത്യജീവൻ തന്നതിന് സ്തോത്രം, കർത്താവെ അങ്ങയുടെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ തന്നതിന് സ്തോത്രം. ഇങ്ങനെ നമ്മൾ കർത്താവിൻ്റെ വചനം ധ്യാനിച്ചിട്ട് ആ വചനത്തിൽ നമ്മളെക്കുറിച്ച് പറഞ്ഞു, എന്നെ രാജകീയ പുരോഹിത വർഗമാക്കിയതിന് സ്തോത്രം, പിതാവിൻ്റെ വലതുഭാഗത്ത് തന്നെ ഇരുത്തിയിരിക്കുന്നതിന് സ്തോത്രം. ഇങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് സ്തോത്രം പറയണം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതിന് സ്തോത്രം. അതുപോലെ തന്നെ കർത്താവ് തന്ന ഓരോ ഭൗതിക നന്മകൾ, ഉദാഹരണം പറഞ്ഞാൽ ജീവിത പങ്കാളിയെ ഓർത്ത് സ്തോത്രം പറയുക, കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം പറയുക, നിങ്ങൾക്ക് പാർക്കാൻ തന്ന ഭവനത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറയുക, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ തന്നിരിക്കുന്ന സൗകര്യങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുക, നിങ്ങളുടെ ഉപജീവന മാർഗത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുക, നിങ്ങളെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് സ്തോത്രം പറയുക, നിങ്ങളുടെ ഭാവിയിലേക്ക് കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ നമ്മുടെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഉണ്ട്, അവരെ ഓർത്ത് നമ്മൾ സ്തോത്രം പറയണം. കർത്താവ് ഇന്ന ആളിനെ നീ എനിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം, ഇന്ന കാര്യത്തിന് കർത്താവ് ഇന്ന വ്യക്തി എനിക്ക് വേണ്ടി ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം. ഇങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ കർത്താവിന് എന്ത് ചെയ്യണം? സ്തോത്രം പറയുന്നവരായി തീരണം. താങ്ക് യു ലോർഡ്. ആമേൻ. ഇന്ന് രാവിലെ മോർണിംഗ് മെസ്സേജ് കേൾക്കുമ്പോൾ പറയണം, കർത്താവെ ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നല്ലോ, സ്തോത്രം. ഇത് പറയുന്ന പാസ്റ്ററെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നു, അല്ലെങ്കിൽ ഉപദേശിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ബ്രദറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അത് നമ്മുടെ ഉത്തരവാദിത്തം. നമുക്ക് ലഭിച്ച നന്മകൾ, ഓരോ നമുക്ക് ലഭിച്ച ആരോഗ്യം, രാവിലെ എഴുന്നേറ്റു കാലിൽ കുത്തി നടക്കാൻ പറ്റുന്നു, സ്തോത്രം. ആമേൻ, ആമേൻ, സ്തോത്രം. ജോലിക്ക് പോകാൻ പറ്റുന്നു, സ്തോത്രം. കർത്താവെ വാഹനം ഓടിക്കാൻ പറ്റുന്നു, സ്തോത്രം. ഇങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യണം. ദാവീദ് 34-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും അങ്ങ് വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദാവീദിൻ്റെ സീക്രട്ട് അതായിരുന്നു. ദാവീദിൻ്റെ വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറഞ്ഞാൽ ദാവീദിന് ഭയങ്കര നന്ദിയുള്ള ഹൃദയമായിരുന്നു. നമ്മൾ മനുഷ്യരോട് നന്ദി പറയാൻ പഠിക്കും. മനുഷ്യൻ നമുക്കൊരു ചെറിയ കാര്യം ചെയ്താലും വലിയ കാര്യം ചെയ്താലും അവരെ വിളിച്ച് അവർക്കൊരു മെസ്സേജ് അയച്ച് താങ്ക് യു സോ മച്ച് എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. അതിനകത്ത് വലിയ അനുഗ്രഹമുണ്ട് കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, ഈ നന്ദി, കർത്താവിന് നന്ദി പറയുമ്പോൾ, സ്തോത്രം പറയുമ്പോൾ ലഭിക്കുന്ന 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ കർത്താവിന് സ്തോത്രം പറയുമ്പോൾ നമ്മൾ ദൈവത്തിന് സാന്നിധ്യത്തെയാണ് നമ്മൾ അവിടെ അക്നോളജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കർത്താവെ എനിക്ക് തന്ന ഈ നന്മയ്ക്കായി സ്തോത്രം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രസൻസ് വ്യാപരിക്കും. ഒന്നാമത്തെ കാര്യം, അവിടെ ഒരു സാന്നിധ്യം വ്യാപരിക്കും. 2, കർത്താവ് എൻ്റെ കഴിവല്ല, ഇത് അങ്ങയുടെ കൃപയാണ് എന്നുള്ളതാണ് ഈ താങ്ക് യു പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. കർത്താവെ എനിക്ക് തന്ന ആരോഗ്യത്തിന് എന്ന് വെച്ചാൽ എൻ്റെ ആരോഗ്യം എൻ്റെ കഴിവ് കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ. അപ്പോൾ അവിടെ നമ്മൾ താഴ്മയെ കാണിക്കുന്നു. അത് നമ്മൾ ആ താഴ്മ കാണിക്കുമ്പോൾ എന്തു പറ്റുന്നു? നമ്മുടെ മേൽ ദൈവത്തിൻ്റെ കൃപ അധികമായി വർദ്ധിക്കും. സ്തോത്രം. ആമേൻ. പിന്നെ 3-ാമത്തെ കാര്യം, നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അഹങ്കാര ഹൃദയം മാറിപ്പോകും. കാരണം നമുക്ക് മനസ്സിലായി, ഞാൻ ഇന്ന് ശ്വാസം എടുക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാനിന്ന് എടുത്ത ശ്വാസത്തിനായിട്ട് കുറച്ച് പ്രാവശ്യം സ്തോത്രം പറയുമ്പോൾ നമുക്കൊരു ബോധ്യം വരും, കർത്താവേ ഞാൻ ഈ സ്തോത്രം എത്രയും സ്തോത്രം പറഞ്ഞ എന്തിനാ? എൻ്റെ യോഗ്യത കൊണ്ടല്ല ഞാൻ ഈ ശ്വാസം എടുക്കുന്നത്. കർത്താവേ ഈ ശ്വാസം നിന്ന് പോയാൽ എന്നാ ചെയ്തേനെ? അപ്പോൾ നമ്മുടെ അഹങ്കാര മനോഭാവം മാറി താഴ്മയുള്ള മനോഭാവം വരും. അതും നമ്മളെ കൃപയിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കുറച്ച് സമയം ഈ മെസ്സേജ് കേട്ടതിന് ശേഷം
ഇരുന്ന് കർത്താവ് നിങ്ങളുടെ ഭൗതിക ആത്മീക ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കായിട്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്ത നന്മകൾക്കായിട്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്ത നന്മകൾക്കായിട്ടൊക്കെ അല്പസമയം ഇരുന്ന് സ്തോത്രം പറയുക. കർത്താവ് നിങ്ങളെ സ്തോത്രത്താൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. ആമേൻ. നമ്മൾ ഉയർച്ച പ്രാപിക്കും, അത്ഭുതമായി മാറും, എല്ലാവർക്കും ഭയമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.